എല്ലാവർക്കും നമസ്കാരം. സുബ്രഹ്മണ്യ സ്വാമി ഭൂമിയിൽ അവതരിച്ച ദിവസമാണ് കുമാരഷഷ്ഠിയെ ആചരിക്കുന്നത്. ഈ ദിവസം സവിശേഷമായ ഗുഹപഞ്ചരത്ന സ്തോത്രം ജപിക്കുന്നത് ഏറെ ഫലപ്രദമാണ്. അദ്ദേഹത്തിൻ്റെ ജനനത്തിനു പിന്നിലെ കഥ ഇങ്ങനെ. ശ്രീ പരാശക്തി തൻ്റെ പുത്രിയായി ജനിക്കണമെന്ന പ്രാർത്ഥനയോടെ പർവ്വതരാജനായ ഹിമവാൻ വളരെ കാലം തപസ്സനുഷ്ഠിച്ചു. ഒരു ദിവസം അദ്ദേഹം ശിവഗിരി സാനുവിലുള്ള പത്മതീർത്ഥത്തിൽ സന്ധ്യാവന്ദനത്തെത്തിയപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച കാണാനിടയായി. 1008 ഇതളുള്ള അതീവ ശോഭയോടുകൂടിയ ഒരു ചെന്താമരപ്പൂ ആ സരസിൽ വിടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ താമരപ്പൂവിനുള്ളിൽ അതീവ ശോഭയുള്ള ഒരു പെൺകുഞ്ഞ് കിടക്കുന്നത് കണ്ട് അതിരറ്റ ആഹ്ലാദവും അത്ഭുതവും അയാളുടെ ഹൃദയത്തിൽ അലയടിച്ചു. ആ ശിശു അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ സാഫല്യമാണെന്ന അശരീരി പെട്ടെന്ന് അവിടെയാകെ പ്രതിധ്വനിച്ചു. ഇത് കേട്ടതോടെ ഹിമവാന്റെ ആഹ്ലാദം ഇരട്ടിച്ചു. ആ ഓമന കുഞ്ഞിനെ മാറോടണച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി രാജ്ഞിയായ മേനാദേവിയെ ഏൽപ്പിച്ചു. ഹിമോൽപുത്രിയായതിനാൽ ഹൈമവതി എന്നും ആ ശിശുവിന് പേരിട്ടു. ദക്ഷയാഗ സമയത്ത് ദേഹത്യാഗം ചെയ്ത സതീദേവിയുടെ പുനർജന്മമാണ് ഈ കുഞ്ഞ് എന്ന കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. അതിനാൽ പുത്രിയുടെ ശിവാരാധനാ താൽപ്പര്യം ആദ്യമൊക്കെ ഇവർ എതിർക്കുകയുണ്ടായി. ക്രമേണ തങ്ങളുടെ ഓമന മകളുടെ ഇഷ്ടത്തിന് അവർ വഴങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അതോടെ ശ്രീ പാർവതി സദാ ശങ്കരഭജനത്തിലും ആരാധനയിലും മുഴുകി. അതിനിടെ അസുരാധിപനായ ശൂരപത്മനും സഹോദരന്മാരായ സിംഹമുഖനും താരകനും ശ്രീ മഹാദേവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിന് ജനിക്കുന്ന കുമാരന്മാർ മാത്രമേ തങ്ങളെ വധിക്കാവൂ എന്ന വരം നേടി. പിന്നീട് ദേവന്മാരെ പല വിധത്തിലും അവർ ഉപദ്രവിച്ചു. ദേവാംഗനകളെ ദാസികളും അഷ്ടദിക് പാലകന്മാരെ തങ്ങളുടെ ആജ്ഞാനുവർത്തികളുമാക്കി. അത് കണ്ട് ദുഃഖിതനായ ഇന്ദ്രനും ദേവന്മാരും ബ്രഹ്മാവിനോട് സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മാവ് അവരെ കൂട്ടി വൈകുണ്ഠത്തിലേക്കെത്തി ശ്രീഹരിയോട് ശൂരപത്മാസുരൻ്റെ അതിക്രമങ്ങൾ വിവരിച്ച് കേൾപ്പിച്ചു. മഹാദേവൻ പാർവതീദേവിയെ വിവാഹം കഴിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവൂ എന്ന് ശ്രീഹരിക്ക് മനസ്സിലായി. ഈ സമയം മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ ശ്രീപാർവതി തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. എന്നാൽ മഹാദേവനാവട്ടെ പാർവതീദേവിയുടെ തപസ് ഗൗനിച്ചുമില്ല. അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ മനസ്സ് മാറ്റാൻ ഭഗവാൻ വിഷ്ണു കാമദേവനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. തപസ്സിൽ മുഴുകിയ മഹാദേവനെ ലക്ഷ്യമാക്കി കാമദേവൻ മലർശരങ്ങൾ തൊടുത്തു. മനസ്സിളകിയ മഹാദേവൻ കാരണക്കാരനായ കാമദേവനെ തൻ്റെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി. പിന്നീട് തന്നെ ഭർത്താവായി ലഭിക്കാൻ തപസ്സനുഷ്ഠിക്കുന്ന ഗിരിനന്ദിനിയെ പരീക്ഷിക്കാൻ മഹാദേവൻ തീരുമാനിച്ചു. ദേവിയുടെ ഭക്തിയും നിഷ്ഠയും തിരിച്ചറിഞ്ഞ ശ്രീ പരമേശ്വരൻ പാർവതി പരിണയത്തിന് തയ്യാറായി. ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ശിവപാർവതി വിവാഹം മംഗളകരമായി നടന്നു. വിവാഹം കഴിഞ്ഞ് കാലം കടന്നു പോയിട്ടും കുമാരജനനം നടന്നില്ല. ഇതിൽ ദേവഗണങ്ങൾ അതീവ ദുഃഖിതരായി. അവരുടെ സങ്കട പരിഹാരത്തിനായി ബ്രഹ്മാവും വിഷ്ണുവും ദേവേന്ദ്രനും അഷ്ടദിക്പാലരും വീണ്ടും കൈലാസത്തിലെത്തി ശ്രീ മഹാദേവനെ സ്തുതിച്ചു. ഇത് കേട്ട് മഹാദേവൻ തൻ്റെ ചുറ്റും അഗ്നി പടർത്താൻ തുടങ്ങി. പരമേശ്വരൻ്റെ 5 മുഖങ്ങൾക്കൊപ്പം 6ാമത്തെ ജ്യോതിർമുഖം കൂടി അപ്പോൾ ദൃശ്യമായി. ഈ 6 മുഖങ്ങളിലേക്കും നെറ്റിത്തടത്തിലെ തൃക്കണ്ണിൽ നിന്ന് അഗ്നിഗോളങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. ഇത് കണ്ട് അവിടെ എത്തിയ എല്ലാവരും പേടിച്ചു. അവർ ശ്രീ മഹാദേവനെ ഉച്ചത്തിൽ സ്തുതിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ഭഗവാൻ എല്ലാവരെയും അഭയമുദ്ര കാട്ടി ആശ്വസിപ്പിച്ചു. പിന്നീട് ഒരു മന്ദഹാസത്തോടെ അഗ്നിദേവനെയും വായുദേവനെയും വിളിച്ച് 6 തൃക്കണ്ണുകളിൽ നിന്നും ഉത്ഭവിച്ച അഗ്നിഗോളങ്ങൾ ഗംഗയിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു. പിന്നീട് ഗംഗാദേവിയെ വിളിച്ച് ശരവണ പൊയ്കയിൽ വിടർന്നു നിൽക്കുന്ന 6 മനോഹരമായ താമരപ്പൂക്കളിൽ ഈ അഗ്നിഗോളങ്ങൾ എത്തിക്കുവാൻ കൽപ്പിച്ചു. ഈ 6 ജ്യോതിർഗോളങ്ങളും അതിശോഭ പൂണ്ട 6 കുഞ്ഞുങ്ങളായി മാറി. വൈശാഖ മാസത്തിലെ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച 6 കുഞ്ഞുങ്ങളെയും ശ്രീ പരമേശ്വരൻ്റെ കൽപ്പനയെ തുടർന്ന് 6 നക്ഷത്ര കന്യകമാർ ചേർന്ന് മാറോടണക്കി പാലൂട്ടി. ദേവന്മാരെല്ലാം ആ ശിശുക്കളെ ഓരോ പേര് ചൊല്ലി സ്തുതിച്ചു. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ വൈശാഖൻ എന്നും, വായു വഹിച്ചതിനാൽ വായുവാഹകനെന്നും, അഗ്നിയിൽ ജനിച്ചതിനാൽ ബാഹുലയനെന്നും, ഗംഗ വഹിച്ചതിനാൽ ഗംഗേയനെന്നും, മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നും സ്കലിച്ചതിനാൽ സ്കന്ദനെന്നും, കാർത്തിക നക്ഷത്ര കന്യകമാർ പാലോട്ടി വളർത്തിയതിനാൽ കാർത്തികേയനെന്നും, ശരവണ പൊയ്കയിൽ പിറവിയെടുത്തതിനാൽ ശരവണഭവനെന്നും ദേവന്മാർ പിഞ്ചോമനങ്ങൾക്ക്
പേര് നൽകി. കുട്ടികളെ കാണാൻ അവിടെ എത്തിയ പാർവതി ദേവി കുമാര എന്ന് വിളിച്ച് മാതൃവാത്സല്യത്തോടെ 6 കുഞ്ഞുങ്ങളെയും ഒരേ സമയം വാരിയെടുത്ത് മുത്തം വെച്ചു. ദേവിയുടെ ആശ്ലേഷം മൂലവും കുമാര എന്ന് മാത്രം സംബോധന ചെയ്തതിനാലും കുട്ടികളുടെ ശരീരങ്ങളെല്ലാം ഒന്നായി ചേർന്ന് 6 മുഖങ്ങളോട് കൂടിയ ഷൺമുഖകുമാരനായി അവതരിച്ചു എന്നാണ് പുരാണം. ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനി വരുന്ന വീഡിയോകളെല്ലാം കണ്ട് അഭിപ്രായം പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.